യേശുവിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ദുഃഖവെള്ളിയാണ്. ദുഃഖവെള്ളിയുടെ ചില ചെറിയ ചിന്തകൾ മാത്രം അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ദുഃഖവെള്ളി യേശു ക്രിസ്തുവിൻ്റെ ഗാഗുൽത്തായിലെ കുരിശുമരണത്തിൻ്റെ അനുസ്മരണമാണ് ദുഃഖവെള്ളി. മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള അനിവാര്യവും സ്വമേധയുമായ ത്യാഗമാണിതെന്ന് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള തകർന്ന ബന്ധം പുനഃസ്ഥാപിക്കുന്നു. പുനരുദ്ധാന വിജയത്തിന് വേദിയൊരുക്കുന്നു. ഇത്രയൊക്കെയാണ് പ്രിയമുള്ളവരെ. ഒന്നുകൂടെ അച്ഛൻ പറയാം. അതായത് പ്രിയമുള്ളവരെ, ഗാഗുൽത്തായിലെ കുരിശുമരണത്തിൻ്റെ അനുസ്മരണത്തിൻ്റെ ഓർമ്മയാണ് ദുഃഖവെള്ളി. വീണ്ടും നമ്മൾ ചിന്തിച്ച പോലെ നമ്മുടെയൊക്കെ മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള, അതായത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള അനിവാര്യവും നിർബന്ധമായ സ്വമേധ ഉള്ളതുമായ ത്യാഗമാണിത്. അപ്പോൾ യേശു ത്യാഗമായി എടുക്കുന്നു അവൻ്റെ കുരിശുമരണത്തോടെ നമ്മെ രക്ഷിക്കുവാൻ. അപ്പോൾ കുരിശുമരണത്തോടെ നമ്മൾ രക്ഷിക്കണമെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം. ആ തരത്തിലൊരു മനോഭാവം നമ്മൾ പുലർത്തുമ്പോഴാണ് കുരിശിലെ മരണം നമുക്ക് രക്ഷയായി മാറുന്നത്. ഒപ്പം തന്നെ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലുള്ള ബന്ധം പാപം ചെയ്തോട് തകർക്കപ്പെട്ടുവെങ്കിൽ കുരിശുമരണത്തോടുകൂടി ആ ബന്ധം പുനഃസ്ഥാപിക്കുന്നു. ആത്യന്തികമായി ദൈവത്തിൻ്റെ ഒരു സ്നേഹപ്രവൃത്തിയാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കുരിശിലെ മരണം. അതുപോലെ പാപപരിഹാരം, ദൈവത്തിൻ്റെ യഥാർത്ഥമായ കുഞ്ഞാടായ യേശു പഴയ നിയമ പ്രവചനവും പ്രായശ്ചിത്തത്തിനുമായുള്ള നിയമപരമായ ആവശ്യകത നിറവേറ്റിക്കൊണ്ട് ലോകത്തിൻ്റെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്തു. അതുപോലെ യേശുവിൻ്റെ കുരിശെന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ്. നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പരമോന്നതമായ തെളിവാണ്. മറക്കരുത്, കുരിശിലെ മരണം എന്ന് പറയുന്നത് മനുഷ്യവംശത്തോട് ദൈവത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ പരമോന്നതമായൊരു സ്നേഹമാണ്. മനുഷ്യരാശിയുടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വമേധയാ തൻ്റെ ജീവൻ നൽകി. അപ്പോൾ ത്യാഗത്തോടെ വിജയം നേടി. പരാജയത്തെ ദിവസമായി പ്രത്യക്ഷപ്പെടുമ്പോഴും ഇത് നല്ല വെള്ളിയെന്നാണ് പറയുന്നത്. എന്താണ് കാരണം? അത് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പരാജയ തുടക്കമിട്ടു. മറക്കരുത്, നല്ല വെള്ളി എന്ന് പറയുന്നത് അത് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പരാജയത്തിന് തുടക്കമിട്ടു. ഈസ്റ്റർ ഞായറാഴ്ച പുനരുദ്ധാന പ്രത്യാശയിലേക്ക് നാം നയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അനുരഞ്ജനത്തിൻ്റെ വലിയ ചിന്തയാണ് ദുഃഖവെള്ളി നമുക്ക് തരുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണം മനുഷ്യരാശിക്കും ദൈവത്തിനുമിടയിൽ സമാധാനവും അനുരഞ്ജനവും നൽകുന്ന ഒന്നായി മാറി. ഓർക്കുക, ദുഃഖവെള്ളി എന്ന് പറയുന്നത് ആഘോഷത്തേക്കാൾ ആഴത്തിലുള്ള ധ്യാനത്തിൻ്റെയും വിലാപത്തിൻ്റെയും ഉപവാസത്തിൻ്റെ ദിവസമാണ്. കൂടാതെ പ്രിയമുള്ളവരെ, ദുഃഖവെള്ളി യേശുവിൻ്റെ ക്ഷമ പ്രകടമാക്കുന്ന 7 അവസാന വാക്കുകൾ, യേശുവിലേക്ക് നോക്കി പറഞ്ഞ 7 വാക്കുകൾ. എങ്കിൽ ഈ ചിന്തകൾ വെച്ചുകൊണ്ട് ഈ ദുഃഖവെള്ളി ധ്യാനാത്മയെ കൊണ്ടുപോകുവാൻ നമ്മുടെ ജീവിതത്തെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, യേശുവിൻ്റെ മരണവും ത്യാഗവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനവും എല്ലാം ധ്യാനിച്ചുകൊണ്ട്, കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞ 7 വാക്കുകളും കുരിശിലേക്ക് നോക്കി മറ്റു മക്കൾ പറഞ്ഞ 7 വാക്കുകളും ധ്യാനിച്ചുകൊണ്ട് ഈ ദുഃഖവെള്ളി മനോഹരമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനീശ്വര ആശീർവാദം. കർത്താവായ ദൈവമേ, നിൻ്റെ മഹത്വപൂർണ്ണമായ ഉദ്ധാനത്തൊരുക്കത്തിനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ദുഃഖവെള്ളിയുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിന്തകൾ ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസം സമയം ചെലവഴിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.